കിച്ചണിൽ നമുക്ക് വെയിറ്റ് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. വയറ് കുറയലാണ് ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. വയറ് കുറഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ കംഫർട്ടാവും. അപ്പോൾ വയറ് കുറയാൻ വേണ്ടിയിട്ടുള്ളൊരു പാനീയമാണെന്ന് തയ്യാറാക്കുന്നത്. നമ്മൾ ചേർത്തുള്ളത് അയമോദകം, മല്ലി, അതുപോലെ നല്ല ജീരകം, പെരുംജീരകം ചേർത്തുള്ളത്, ഒരു ഡ്രോപ്പ് ചെറുനാരങ്ങ നീരും, ചുക്കും. ഇതൊക്കെ നമ്മുടെ ദഹന സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഈ ഇൻഗ്രീഡിയൻസൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു പൊടിച്ച് വെച്ച് ഡെയിലി കാലത്ത് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക, അതുപോലെ എക്സസൈസുകൾ കുറച്ച് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഈ ഡ്രിങ്ക് നമ്മൾ ഡെയിലി കുടിക്കാൻ ശ്രദ്ധിക്കുക. വളരെയധികം നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്കാണത്. ചുക്ക് 3 കഷ്ണം എടുത്തിട്ടുണ്ട്, അതുപോലെ മല്ലി 1 സ്പൂൺ എടുക്കുക, ചെറിയ ജീരകം എന്നൊക്കെ പറയും. പിന്നെ അതുപോലെ ഇത് പെരുംജീരകം, രണ്ടും വെവ്വേറെയാണ്. പിന്നെ ഇത് അയമോദകം. പിന്നെ ചെറുനാരങ്ങയുടെ ഒരു ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. എല്ലാം തിളച്ച് കഴിഞ്ഞിട്ട് 3 കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്, അതുപോലെ ഇത് 1 സ്പൂൺ മല്ലിയാണ്. ഇതാദ്യം നമുക്ക് ചൂടാക്കാനായിട്ട് ഇടാം. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നൊക്കെ ഓരോ സ്പൂണായിട്ട് ഇടാം. ആദ്യം നമുക്ക് ചൂടാക്കേണ്ടത് ചുക്ക, അത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലി ചേർക്കാം. അപ്പോൾ ഞാൻ അളവ് അതോടുകൂടി പറയാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് ആദ്യം ചുക്ക് ചേർക്കാം. ആദ്യം ഇതേ 3 കഷ്ണം ചുക്കിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ മല്ലി. അധികം പൊടിച്ച് വെക്കേണ്ട, കുറച്ചീശെ പൊടിച്ച് വെച്ചാൽ മതി. മൂത്ത് വരുമ്പോൾ നമുക്ക് പെരുംജീരകം എന്ന് പറയും, അത് 1/2 സ്പൂൺ ചേർക്കാം. പിന്നെ നമ്മുടെ ചെറുജീരകം, അത് 1/2 സ്പൂൺ ചേർക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ പിന്നെ നമ്മൾ അയമോദകം 1 സ്പൂൺ ചേർക്കാം. അവസാനം ചേർത്താൽ മതി, പെട്ടെന്ന് അല്ലെങ്കിൽ കരിയും. ജസ്റ്റ് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഒന്ന് ഒതുങ്ങുമ്പോൾ നമുക്ക് നല്ലോണം മിക്സിയിലിട്ട് പൊടിച്ച് ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വയ്ക്കാം. അപ്പം നമുക്ക് ആദ്യം ചുക്കന്നെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കണ്ടില്ലേ, ചുക്ക് ഇതുപോലെ അടിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് അടിച്ചെടുക്കാം. 1.5 ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ 1 സ്പൂൺ പൊടി ചേർക്കാം. അങ്ങനെ വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാനായിട്ട്. ആദ്യം ഞാൻ ബൗളിലേക്ക് മാറ്റി, എന്നിട്ട് ചില്ലി പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മാക്സിമം ഒരാഴ്ചയ്ക്ക് നിൽക്കുള്ളൂ. ഇത്രത്തോളം പൊടി നമ്മൾ പൊടിച്ച് വെച്ചാൽ മതി, അധികം പൊടിച്ച് വെക്കേണ്ട. ഇതുപോലെ നമ്മളൊരു ചില്ലി പാത്രത്തിൽ അടച്ചു വെച്ചാൽ നല്ലതാണ്. ഇതുപോലെ അടച്ചു വെക്കാം എയർ ടൈറ്റായിട്ട്. ഇത് 1 ഗ്ലാസ്, ഇനി 1/2 ഗ്ലാസും കൂടി വെള്ളം ചേർക്കാം. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല കൃത്യം അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ്സാക്കി കണക്ക് കൂട്ടിയിട്ട് കുടിക്കാം. അതിലേക്ക് നമ്മൾ വെച്ചിട്ട് ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളത്തേക്ക് നമ്മൾ 1 സ്പൂൺ പൊടി ചേർക്കാം. ഇത് നല്ലോണം തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇളം ചൂട്ടിൽ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഒരു ചെറുനാരങ്ങ എടുത്ത് ഇതിൻ്റെ ഒരു പകുതി നീര് ചേർത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ല, നല്ലോണം തിളച്ചിട്ടുണ്ട്. ഈ വെള്ളമാണ് നമ്മൾ ഡെയിലി വെറും വയറ്റിൽ കഴിക്കേണ്ടത്. 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തുള്ളത്. ഇതിപ്പോൾ കുറച്ച് നേരമായി തിളയ്ക്കുന്നപ്പോൾ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചേർത്ത പൊടിയിലത്തെ കണ്ടൻറ്റും ഇതിലേക്ക് നല്ലോണം അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഓഫ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഇത് നമ്മൾ വെറും വയറ്റിൽ കഴിക്കണം. അതുപോലെ തന്നെ ഒരു നേരം കഴിച്ചാലും മതി, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇത് നമുക്ക് അന്നാന്ന് പൊടിച്ചുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, അത് കാരണം ഒരാഴ്ചക്കുള്ള പൊടി നമ്മൾ തയ്യാറാക്കി കാലത്ത് ഏറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് 1 സ്പൂൺ പൊടിയിട്ട് തിളപ്പിക്കാവുന്നതാണ്. ഇതിപ്പോൾ അതായത് നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റണം. ഒന്ന് ചൂട് മാറി നമ്മൾ കുടിക്കാവുന്ന ചൂടാകുമ്പോൾ നമ്മൾ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. അതായത് ഇത്ര ചെറുനാരങ്ങ മതി, ഒരു ഡ്രോപ്പ് ചെറുനാരങ്ങയുടെ നീര് മതി. ഇതാണ് നമ്മൾ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ട് കഴിക്കേണ്ടത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.